തെരുവിൽ സമരം, മാറ്റമില്ലാത്ത സർക്കാർ. ശബരിമല സ്ത്രീ പ്രവേശനത്തിനെതിരായ പ്രക്ഷോഭത്തിൽ SNDP യോഗത്തെ ഒപ്പം കൂട്ടാൻ RSSന്റെ ശ്രമം. പുതിയ സംഘടനയായ അയ്യപ്പ കർമ്മസമിതിയുടെ പ്രതിനിധികൾ ഇന്ന് വെള്ളാപ്പള്ളി നടേശനെ കാണും. വിഷയത്തിൽ ഇന്നും സംസ്ഥാനമൊട്ടാകെ പ്രതിഷേധങ്ങൾ നടന്നു. ഹിന്ദു സമുദായ സംഘടനകൾ പങ്കെടുത്ത കോട്ടയത്തെ നേതൃയോഗമാണ് SNDP യോഗത്തെ കൂടി പ്രക്ഷോഭത്തിന്റെ ഭാഗമാക്കണമെന്ന് നിലപാടെടുത്തത്. സന്യാസിമാരെയും സാമുദായിക സംഘടനാ നേതാക്കളെയും ഉൾപ്പെടുത്തി വിപുലീകരിച്ച അയ്യപ്പ കർമ്മസമിതിയുടെ പ്രതിനിധികൾ കണിച്ചുകുളങ്ങരയിലെത്തി വെള്ളാപ്പള്ളി നടേശനെ കാണും. അയ്യപ്പ കർമ്മസമിതിയുടെ നേതാക്കൾ വെള്ളാപ്പള്ളി നടേശൻ അവരുമായി കാണുന്നുണ്ട്. അതുപോലെ എല്ലാ സംഘടനകളെയും കാണുകയാണ്. ആരുമായും ചർച്ചയ്ക്ക് തയ്യാറാണെന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. നമുക്കിവിടെ ആരുടെയും കഥ ഞങ്ങൾ അടച്ചിട്ടില്ല. ആരുമായിട്ടും കാണും, ആരുമായിട്ട് നമ്മുടെ അഭിപ്രായം പറയും. ആര് വന്നാലും അഭിപ്രായങ്ങൾ മാറി പറയുന്നില്ല, പറഞ്ഞത് പിന്നെയും പറയും. NDAയുടെ ശബരിമല സംരക്ഷണ യാത്രയുടെ 2ാം ദിനം ആലപ്പുഴ ജില്ലയിലെ നൂറനാട് പടനിലത്ത് നിന്നാണ് ആരംഭിച്ചത്. കായംകുളം വരെയാണ് 2ാം ദിനം പര്യടനം. പല സ്ഥലത്തും ലാത്തിചാർജ് നടത്താൻ ഭരണകൂടം മുന്നോട്ട് വരികയും ഹിന്ദുക്കളെ വിഭജിക്കണം, നായരും ഈഴവനുമൊക്കെയായി വിഭജിക്കാൻ വേണ്ടിയിട്ട് ഒരു മുഖ്യമന്ത്രി തന്നെ മുന്നിട്ടിറങ്ങിയ സാഹചര്യത്തിലാണ് BJP 24 മണിക്കൂർ മുമ്പ് ഞങ്ങളുടെ ഈ പ്രക്ഷോഭ പരിപാടിക്ക് തീരുമാനിച്ചതും. യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ഔദ്യോഗിക വസതിയിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമായി. ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കിയും കണ്ണീർ വാതകവും പ്രയോഗിച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പന്തളത്ത് BJP നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 കോട്ടയം. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിനെതിരായ പ്രത്യക്ഷ സമരത്തിൽ SNDPക്ക് നിലപാട് മാറ്റം. പ്രവർത്തകർക്ക് വേണമെങ്കിൽ സമരത്തിൽ പങ്കെടുക്കാമെന്നും SNDPയുടെ മേൽവിലാസത്തിൽ പങ്കെടുക്കേണ്ട എന്നും കൌൺസിൽ യോഗത്തിന് ശേഷം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. സർക്കാരിനൊപ്പം നിൽക്കേണ്ട ബാധ്യത SNDPക്കില്ല. സുപ്രീംകോടതി വിധി നിരാശാജനകമാണ്. വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിയമനിർമ്മാണം നടത്തണമെന്നും വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടു. ജനറൽ സെക്രട്ടറിയുടെ നിലപാട് കൌൺസിൽ യോഗം ഏകകണ്ഠേന അംഗീകരിച്ചു. ഹിന്ദുക്കളായ ഒരു സ്ത്രീകളും ശബരിമല പോകില്ല. ഏത് വിധിയുണ്ടായാലും ആ വിധിയെ സ്വന്തം പ്രവർത്തനം കൊണ്ട് മറികടക്കും എന്നാണ്. അതാണ് വിശ്വാസമാണ്. ആ വിശ്വാസത്തിൻ്റെ പേരിൽ മറികടക്കും. അപ്പുറത്ത് ആ വിധി അംഗീകരിക്കുക എന്നുള്ളതല്ലാതെ ഒരു റിവിഷൻ പെറ്റീഷൻ പോലും ഈ ഗവൺമെൻറ് കൊടുക്കാൻ സാധിക്കില്ല. തെറ്റായ രീതിയിലാണ് ഗവൺമെൻറ്റിന് എൻ്റെ നയങ്ങളെ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ പിന്നെ ചെയ്യാനൊക്കെ ഒന്ന് നിയമനിർമ്മാണം, അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും വിചാരിക്കണം. ഞങ്ങൾ ആരുടെയും ഒപ്പമല്ല, ഞങ്ങൾ ഞങ്ങളുടെ കൂടെയാണ്. ഈ സമരം ആര് തുടങ്ങി, ആർക്ക് വേണ്ടി തുടങ്ങി? ഒരു നേതൃത്വവും ഇല്ല. അങ്ങനെയുള്ള ഒരു കാര്യം വേണ്ടേ? ഹിന്ദുക്കളുടെ എല്ലാം കൂടെ യോഗം വിളിച്ച് കൂട്ടേണ്ടതല്ല. അവർക്ക് അവരുടേതായ അജണ്ടയുണ്ട്. അവരുടെ അജണ്ടയും ഞങ്ങളുടെ അജണ്ടയും രണ്ടാണ്. അതേസമയം SNDPയുടെ പിന്തുണ തേടി അയ്യപ്പ കർമ്മസമിതിയുടെ പ്രതിനിധികൾ അല്പസമയത്തിനകം വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴ കണിച്ചുകുളങ്ങളിൽ നിന്നും ശരണ്യ സ്നേഹം ചേരുന്നു. ശരണ്യ, 2 കാര്യങ്ങൾ. പ്രധാനമായും ഇപ്പോൾ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി പറഞ്ഞതും ഇന്ന് പറഞ്ഞതും തമ്മിൽ വല്ല മാറ്റവുമുണ്ടോ? എന്താണ് ഒടുവിലത്തെ നിലപാട്? തീർച്ചയായും ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രത്യക്ഷ സമരങ്ങളിൽ SNDPയുടെ നിലപാട് മയപ്പെടുത്തിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം സർക്കാരിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് പറഞ്ഞത്, അത് മാത്രമല്ല അന്ന് പറഞ്ഞത് SNDP പ്രവർത്തകരെ ഈ സമരവുമായി ബന്ധപ്പെട്ട് തെരുവിൽ ഇറങ്ങാതിരിക്കാൻ ബോധവൽക്കരിക്കുന്ന നടപടികളടക്കം SNDP നീങ്ങുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇന്ന് അദ്ദേഹം പറഞ്ഞത് വിശ്വാസികളായ SNDP പ്രവർത്തകർ ആരും തന്നെ ശബരിമലയിൽ പോകില്ല എന്നുവെച്ച് തെരുവിൽ നടക്കുന്ന സമരത്തെ തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ ഈ സുപ്രീംകോടതി വിധിയെ മറികടക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് നിയമനിർമ്മാണം നടത്തണമെന്നും വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല SNDP യോഗത്തിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളുണ്ട്. ആ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾക്ക് അവരവരുടെ നിലപാടുകൾക്കനുസരിച്ച് അവരവരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ഉണ്ട്. അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ SNDPയുടെ പേരിൽ അല്ലെങ്കിൽ SNDPയുടെ ലേബലിൽ ഇത്തരത്തിലുള്ള നീക്കം ഉണ്ടാവാൻ
നടത്താൻ പാടില്ല എന്നും വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല വരും ദിവസങ്ങളിൽ, അതായത് തുടർ ബോധവൽക്കരണം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. വരും ദിവസങ്ങളിൽ മറ്റ് SNDP പ്രവർത്തകരുടെയും ഒപ്പം തന്നെ ബോർഡ് അംഗങ്ങളുടെയും യോഗം വിളിച്ചു ചേർക്കും. അതിനകത്തെ കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുകയുള്ളൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല സർക്കാർ ഇരന്നു വാങ്ങിയ അടിയാണ് ഇപ്പോൾ നടക്കുന്ന സമരം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ സമരത്തിൽ സർക്കാരിന്റെ ഈ ബാധ്യത ഏറ്റെടുക്കേണ്ട ആവശ്യം SNDPക്ക് ഇല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ തെരുവിൽ നടക്കുന്ന നാഥനില സമരങ്ങൾക്ക് SNDP പിന്തുണ പ്രഖ്യാപിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഹൈന്ദവ സംഘടനകൾ ഈ വിഷയത്തിൽ ആദ്യം SNDPയുടെ മുന്നിൽ എത്തിയിരുന്നെങ്കിൽ വിശ്വാസം സംരക്ഷിക്കാനായി SNDP ആദ്യം ഇതിപ്പോ ഏതായാലും അയ്യപ്പ കർമ്മ സമിതി പ്രതിനിധികൾ അല്പസമയത്തിനകം വെള്ളാപ്പള്ളി സന്ദർശിക്കുന്നു, കൂടിക്കാഴ്ച നടത്തുന്നു എന്നൊരു കാര്യം കൂടിയുണ്ട്. എപ്പോഴാണ് അവരെത്തുന്നത്, ആരൊക്കെയാണ് എത്തുന്നത്, എന്താണ് അതിന്റെ പശ്ചാത്തലം? ഗോപി, അയ്യപ്പ കർമ്മസേനയുടെ ആളുകൾ വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തും എന്ന് അവർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അത് സംബന്ധിച്ച് തനിക്ക് യാതൊരുവിധ അറിയിപ്പും ലഭിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ ഉള്ളത് അല്പം മുമ്പ് യോഗം കൗൺസിൽ നടന്ന ചേർത്തലയിലെ സ്വകാര്യ ഹോട്ടലിലാണ് അദ്ദേഹം ഇപ്പോഴും ഉള്ളത്. ഇവിടെ ഇതുവരെ പ്രവർത്തകരാരും എത്തിയിട്ടില്ല. അത് സംബന്ധിച്ച് തനിക്ക് അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നുമാണ് അറിയുന്നത്. എന്നാൽ അയ്യപ്പ കർമ്മസേനയുടെ ആളുകൾ വ്യക്തമാക്കിയിരിക്കുന്നത് അവർ കൂടിക്കാഴ്ച നടത്തുമെന്നാണ്. എന്തായാലും BDJS അടക്കം വ്യക്തമായ നിലപാട് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചിരുന്നു. അതായത് സമരവുമായി പിന്തുണ പ്രഖ്യാപിച്ചതിന് മുന്നോട്ട് പോകുമെന്ന് BDJS അടക്കം പറഞ്ഞിരുന്നു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ നിലപാടിൽ അല്പം മയം വന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ അയ്യപ്പ കർമ്മസേനയുടെ ആളുകളും അല്പസമയത്തിനകം തന്നെ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗോപി, നൽകിയത് ശരണ്യാണ്. ശബരിമല സ്ത്രീ പ്രവേശന വിവാദം രാഷ്ട്രീയ പോരാട്ടമായി മാറുകയാണ്. ലോങ് മാർച്ച് നടത്തി ഹിന്ദു സംഘടനകളുടെ ഐക്യനിരയ്ക്കാണ് BJP ശ്രമം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ പ്രതിക്കൂട്ടിൽ നിർത്തി വിശ്വാസികളെ ഒപ്പം നിർത്താനാണ് കോൺഗ്രസ് നീക്കം. പ്രകോപനം ഒഴിവാക്കി നിലപാട് വിശദീകരിച്ച് പ്രതിരോധിക്കാൻ LDFും രംഗത്തിറങ്ങി കഴിഞ്ഞു. സ്ത്രീ പ്രവേശനത്തിൽ RSS നിലപാട് തള്ളി ഹിന്ദു സംഘടനകളെ കൂട്ടി പ്രത്യക്ഷ സമരത്തിലേക്ക് ആദ്യമിറങ്ങിയത് BJPയാണ്. വെള്ളാപ്പള്ളിയുടെ നിലപാട് തിരിച്ചടിയായെങ്കിലും NSS പിന്തുണ BJPക്ക് നൽകുന്ന പ്രതീക്ഷ വലുതാണ്. അവസാനത്തെ വിശ്വാസിക്ക് പോലും നീതി ഉറപ്പാക്കുമെന്നുള്ള ഒരു പരിതസ്ഥിതി വരുന്നത് വരെ ഞങ്ങളുടെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും. കോൺഗ്രസ് നയം ഇങ്ങനെ: വിശ്വാസികളുടെ വികാരത്തിന്റെ ചാമ്പ്യനായി BJP മാറുന്നത് തടയുക, ഒപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ പ്രതിരോധത്തിലാക്കി വിശ്വാസികളുടെ പിന്തുണ ഉറപ്പാക്കുക. വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു സ്ത്രീ പോകുന്നതെങ്കിൽ ആ വിശ്വാസവും അവിടുത്തെ ആചാരവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ആ ആചാരങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരും. അല്ലാതെ പോകുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ വിനോദസഞ്ചാരത്തിന് വേണ്ടി പോകുന്ന വിനോദസഞ്ചാരത്തിന് പോകാൻ നമുക്ക് കേരളത്തിൽ അതിമനോഹരമായ എത്ര പ്രദേശമുണ്ട്. നമ്മൾ തെരഞ്ഞെടുക്കേണ്ട ശബരിമലയാണ്, ഒരിക്കലല്ല. വിശ്വാസികളുടെ വികാരം ഇളക്കിയുള്ള BJP കോൺഗ്രസ് രാഷ്ട്രീയ കളിയുടെ അപകടം തിരിച്ചറിഞ്ഞാണ് സർക്കാർ നിലപാട് മയപ്പെടുത്തിയത്. പാവപ്പെട്ട വിശ്വാസികളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ രാഷ്ട്രീയ സമരത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറണമെന്നുള്ളതാണ്. സംസ്ഥാന തലത്തിൽ വിപുലമായ വിശദീകരണ യോഗങ്ങൾ നടത്തി പ്രതിപക്ഷ നീക്കം പ്രതിരോധിക്കാനാണ് ഇടതുമുന്നണി തീരുമാനം. ഒക്ടോബർ 30 മുമ്പായിട്ട് സംസ്ഥാനത്തെ എല്ലാ ജില്ലാ തലസ്ഥാനങ്ങളിലും ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള പൊതുയോഗങ്ങൾ LDFിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നതാണ്. പിന്നാക്ക ദളിത് വിഭാഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കി അനുകൂല അന്തരീക്ഷം സൃഷ്ടിക്കുക, ഇതാണ് സർക്കാർ നയതന്ത്രം. കിരൺ ബാബു, ന്യൂസ് 18, തിരുവനന്തപുരം. സുന്നി പള്ളികളിൽ സ്ത്രീകളെ കയറ്റണമെന്ന കോടിയേരിയുടെ പ്രസ്താവന മലബാറിൽ കലാപം സൃഷ്ടിക്കാനാണെന്ന് KPUC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാനാണ് CPM ശ്രമം. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ കൊടി പിടിക്കാൻ കോൺഗ്രസ് ഇല്ലെന്നും മുല്ലപ്പള്ളി കണ്ണൂരിൽ പറഞ്ഞു. 10 വോട്ടിന് വേണ്ടി പറയാണ് സുന്നികളുടെ നിയന്ത്രണത്തിലുള്ള ഈ ആരാധനാലയങ്ങൾ, അത് പള്ളികൾ, ആ പള്ളികളിൽ സ്ത്രീകൾ പ്രവേശിക്കണം എന്ന് പറയാൻ ഇദ്ദേഹം ആരാണ്? വില കുറഞ്ഞ മൂന്നാം തരം രാഷ്ട്രീയമാണ് അവർ കളിക്കുന്നത്. അത് തീക്കൊണ്ടുള്ള കളിയാണ് എന്ന കാര്യം ശ്രീ കോടിയേരി ബാലകൃഷ്ണനോട് ഞാനൊരു താക്കീത് രൂപത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ശബരിമല കയറാൻ സ്ത്രീകൾക്ക് അനുമതി ലഭിച്ചതിന് പിന്നാലെ സുന്നി പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം നൽകണം എന്നാവശ്യപ്പെട്ട് വനിതാ സംഘടനകൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നു. കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നിസയുടെ നേതൃത്വത്തിലാണ് കോടതിയെ സമീപിക്കുന്നത്. ശബരിമലയിൽ സ്ത്രീകൾക്കുണ്ടായിരുന്ന വിലക്ക് നീക്കിയ സുപ്രീം കോടതി വിധി സ്വാഗതാർഹമാണെന്ന് നിസ നേതാവ് VP സുഹ്റ വ്യക്തമാക്കി. ഭരണഘടന ഉറപ്പു നൽകുന്ന ലിംഗനീതിക്ക് ആചാരങ്ങൾ തടസ്സമാകരുതെന്നാണ് സുപ്രീം കോടതി വിധി. സുന്നി പള്ളികളിലും സ്ത്രീ പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് പരമോന്നത കോടതിയെ സമീപിക്കുന്നതെന്ന് സുഹ്റ വ്യക്തമാക്കി. ഈ സുന്നി പ്രസ്ഥാനങ്ങളുടെ പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാനുള്ള അനുവാദം കൊടുക്കണം. അതിന് ഞങ്ങൾ കോടതിയിലേക്ക് പോകുന്നത്.
നിലവിൽ മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട്. പ്രവാചകകാലത്ത് സ്ത്രീകൾക്ക് പള്ളികളിൽ പ്രവേശനമുണ്ടായിരുന്നുവെന്ന് കോടതിയിൽ ചൂണ്ടിക്കാട്ടും. ഹർജി നൽകുന്ന കാര്യം അഭിഭാഷകനുമായി സംസാരിച്ചു. മറ്റു ചില വനിതാ സംഘടനകളെയും ഒപ്പം കൂട്ടും. നേരത്തെ മുസ്ലിം സ്ത്രീകളുടെ സ്വത്തവകാശം, നിക്കാഹ് ഹലാല എന്നീ വിഷയങ്ങളിൽ നിസ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. സ്ത്രീ പള്ളി പ്രവേശനത്തെ അനുകൂലിക്കുന്നുവെങ്കിലും കോടതിയെ സമീപിക്കാനുള്ള നിസയുടെ തീരുമാനത്തോട് മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി സംഘടനകൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് വ്യക്തമല്ല. ന്യൂസ് 18 കോഴിക്കോട്. മുസ്ലിം സ്ത്രീകളെ പള്ളികളിൽ പ്രവേശിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി. അഖില ഭാരത ഹിന്ദു മഹാസഭ സമർപ്പിച്ച ഹർജിയാണ് തള്ളിയത്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ഇതിനെ ബന്ധപ്പെടുത്തരുത്. ഹർജി സമർപ്പിച്ച സംഘടനകൾക്ക് ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി. ബി.ജെ.പി. നേതാവ് ബി. ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശത്തിനെതിരായ പരാതിയുമായി CPM നേതാവ് പി. സതീദേവി. ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ ഗോപാലകൃഷ്ണൻ നടത്തിയ വധഭീഷണിയാണെന്ന് കാണിച്ച DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി. 18-ാം പടിയിലേക്ക് ഒരു പോലീസുകാരിയും ഞങ്ങൾ കയറ്റില്ല. ഈ നാട്ടിലെ വിശ്വാസികൾ വരും. അതുകൊണ്ടാണ് ഞാൻ സതീദേവിയോട് പറഞ്ഞത്, വേണമെങ്കിൽ നിർത്തി അവസാനിച്ചു, അയ്യപ്പനോട് മാപ്പ് പറഞ്ഞ് തിരിച്ചു പോക്കോ, ഇല്ല നിങ്ങളുടെ ജഡം പോലും ഉണ്ടാവില്ല ഈ കേരളത്തിൽ. കൊത്തിപ്പെറുക്കും. ആ രീതിയിൽ ഇവിടുത്തെ കമ്മ്യൂണിസം ഇല്ലാതാവും. ഈ നാട്ടിലെ വിശ്വാസികൾ അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതായിരുന്നു ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ BJP നേതാവ് ബി. ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശം. ഗോപാലകൃഷ്ണന്റേത് കൊലവിളിയാണെന്ന് ആരോപിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ പ്രതിഷേധമുയർന്നു. തുടർന്നാണ് നിയമപരമായി നേരിടാനുള്ള ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ തീരുമാനം. ഗോപാലകൃഷ്ണനെതിരെ DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി. തെളിവായി ചർച്ചയുടെ വീഡിയോ റെക്കോർഡിംഗും സമർപ്പിച്ചു. DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തു. ഇത് വധഭീഷണിയാണല്ലോ. ഞാൻ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഈ വധഭീഷണി എന്നെ നേരെ നടത്തിയിട്ടുള്ള വധഭീഷണിക്കെതിരായിട്ടാണ് പരാതി കൊടുത്തത്. പൊതുപ്രവർത്തകരായ സ്ത്രീകൾക്കെതിരെ ആസൂത്രിതമായ ആക്രമണമാണ് സംഘപരിവാർ നടത്തുന്നതെന്നാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ആരോപണം. ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങളെ പ്രതിരോധിക്കാൻ സംസ്ഥാനമെങ്ങും പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കും. ന്യൂസ് 18 കോഴിക്കോട്. പി.കെ. ശശി MLA-ക്കെതിരായ CPM കമ്മീഷൻ റിപ്പോർട്ട് നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ. ശശിക്കെതിരെ നടപടി വേണമെന്ന ശുപാർശ റിപ്പോർട്ടിലുണ്ട് എന്നാണ് സൂചന. തനിക്കെതിരെ ഗൂഢാലോചന നടന്നെന്ന ശശിയുടെ പരാതിയിലും അന്വേഷണമുണ്ടാവും. പി.കെ. ശശിക്കെതിരെ ഡിവൈഎഫ്ഐ വനിതാ നേതാവ് ഉന്നയിച്ച പരാതി AK ബാലൻ, PK ശ്രീമതി എന്നിവരടങ്ങുന്ന കമ്മീഷനാണ് അന്വേഷിച്ചത്. പെൺകുട്ടിയുടെ പരാതി ശരിവയ്ക്കുന്ന റിപ്പോർട്ടാണ് കമ്മീഷന്റേതെന്നാണ് വിവരം. ശശിക്കെതിരെ നടപടി ശുപാർശ ചെയ്തുള്ള കമ്മീഷൻ റിപ്പോർട്ട് നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്യും. ശശിക്കെതിരെ മാതൃകാപരമായ നടപടി ഉണ്ടാകുമെന്ന് പരാതിക്കാരിയായ പെൺകുട്ടിക്ക് CPI നേതൃത്വം ഉറപ്പു നൽകിയിരുന്നു. മറ്റന്നാൾ ചേരുന്ന സംസ്ഥാന സമിതി യോഗമാകും നടപടിക്ക് അന്തിമ അംഗീകാരം നൽകുക. സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സമിതിയിലും ഉയരുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാകും നടപടി. ഇവിടെ രണ്ടിടത്തും ശശിക്ക് പിന്തുണ കിട്ടുമെന്ന പ്രതീക്ഷ ശശി അനുകൂലികൾക്കുണ്ട്. അങ്ങനെയെങ്കിൽ കടുത്ത നടപടിയിൽ നിന്ന് ഒഴിവാകുമെന്നും ഇവർ അഭിപ്രായപ്പെടുന്നു. കീഴ് കമ്മിറ്റികളിലേക്കുള്ള തരംതാഴ്ത്തലിൽ നടപടി ഒതുക്കാനുള്ള തീവ്ര ശ്രമം നടക്കുന്നുണ്ട്. എന്നാൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യവുമുണ്ട്. തനിക്കെതിരെ പാർട്ടി തലത്തിൽ ഗൂഢാലോചന നടന്നെന്ന ശശിയുടെ പരാതിയും ഗൗരവത്തോടെയാണ് നേതൃത്വം കാണുന്നത്. ഗൂഢാലോചനയ്ക്ക് ചില തെളിവുകൾ ശശി പാർട്ടിക്ക് നൽകിയിട്ടുണ്ടെന്നും സൂചനയുണ്ട്. CPM-ന്റെയും DYFI-യുടെയും ചില പ്രാദേശിക നേതാക്കളുടെ പേരെടുത്തു പറഞ്ഞാണ് ശശി പരാതി നൽകിയിട്ടുള്ളത്. ശശിക്കെതിരെ ഉചിതമായ നടപടി പാർട്ടിയിൽ നിന്നുണ്ടായില്ലെങ്കിൽ പെൺകുട്ടി നിയമവഴികൾ തേടും. അതൊഴിവാക്കാനാകും CPM ശ്രമം. VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. ശശിക്കെതിരെ നടപടി ഉറപ്പായതോടെ പാലക്കാട്ട് CPM-ൽ സ്ഫോടനാത്മകമായ സ്ഥിതി. ഗൂഢാലോചന നടത്തിയവർക്കെതിരെയും നടപടി ആവശ്യപ്പെടാനാണ് ശശി അനുകൂലികളുടെ തീരുമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് പാലക്കാട് നിർണായകമായതിനാൽ കരുതലോടെയാണ് നീക്കം. PK ശശിക്കെതിരായ സംഘടനാ നടപടി എന്തായാലും അത് പാലക്കാട്ടെ ജില്ലാ നേതൃത്വത്തെ രണ്ട് ചേരിയിലാക്കും എന്ന കാര്യം ഉറപ്പ്. പരാതിക്കാരിയായ DYFI വനിതാ നേതാവ് പോലീസിനെ സമീപിക്കാതെ സംഘടനാ നടപടി മാത്രമാണ് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ പരാതി വിവാദമാക്കിയതിന് പിന്നിൽ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന നേതാക്കൾക്ക് പങ്കുണ്ട് എന്നാണ് PK ശശിയുടെയും ശശി അനുകൂലികളുടെയും വാദം. അതുകൊണ്ട് തന്നെയാണ് ഗൂഢാലോചന വാദവുമായി ഇവർ രംഗത്ത് വന്നതും. പരാതി അന്വേഷിക്കാൻ CPM നിയോഗിച്ച പാർട്ടി കമ്മീഷന് മുന്നിൽ ഏറ്റവും കൂടുതൽ മൊഴി നൽകിയത് ശശി അനുകൂലികളാണ്. കമ്മീഷൻ ശശിക്കെതിരെയും ഗൂഢാലോചന നടത്തിയെന്ന് ആരോപണം ഉയർന്നവർക്കെതിരെയും ഒരുപോലെ നടപടി ശുപാർശ ചെയ്താൽ അത് അംഗീകരിക്കാനാവില്ലെന്നാണ് പരാതിക്കാരിക്കൊപ്പം നിൽക്കുന്ന നേതാക്കളുടെ നിലപാട്. അങ്ങനെ വന്നാൽ
കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കാനും ഇവർ ആലോചിക്കുന്നു. CPM-ൽ കടുത്ത വിഭാഗീയത നിലനിന്നിരുന്ന ജില്ലയാണ് പാലക്കാട്. ഒരു കാലത്ത് VS പിണറായി പക്ഷങ്ങൾ ചേരിതിരിഞ്ഞ് പ്രവർത്തിച്ചിരുന്ന ഇവിടെ ഇപ്പോൾ ജില്ലാ നേതാക്കളാണ് പരസ്പരം ഭിന്നിച്ചു നിൽക്കുന്നത്. വിഷയത്തിൽ ജില്ലാ നേതൃത്വം ശശിക്കൊപ്പം നിന്നതും കടുത്ത വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. PK ശശിക്കെതിരെ പേരിന് മാത്രം നടപടിയുണ്ടായാൽ യുവതി എടുക്കുന്ന നിലപാട് നിർണായകമാകും. യുവതിയെ പിന്തുണച്ചവർക്കെതിരെ നടപടിയുണ്ടായാൽ വലിയ വിഭാഗീയതയ്ക്കും കാരണമാകും. ഇതാണ് പാലക്കാട് CPM നേരിടുന്ന പ്രതിസന്ധി. പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. ലൈംഗിക അതിക്രമ ആരോപണം നേരിടുന്ന കേന്ദ്രമന്ത്രി MJ അക്ബർ രാജിക്കൊരുങ്ങുന്നു. വിദേശ പര്യടനം വെട്ടിച്ചുരുക്കി തിരികെ എത്താൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അക്ബറിനോട് ആവശ്യപ്പെട്ടു. മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസും CPM-ഉം ശക്തമാക്കി. അതേസമയം ഉടൻ തിരിച്ചെത്താൻ ആവശ്യപ്പെട്ടെങ്കിലും മന്ത്രി ഞായറാഴ്ചയെ തിരിച്ചെത്തൂ എന്നാണ് സൂചന. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ അക്ബറിന്റെ രാജി BJP ആവശ്യപ്പെട്ടേക്കുമെന്നാണ് സൂചന. മീറ്റു പ്രചാരണം സർക്കാരിന്റെയും മുന്നണിയുടെയും പ്രതിച്ഛായയെ ബാധിക്കാതിരിക്കാനാണ് നടപടി. അക്ബറിന്റെ മറുപടി കേട്ട ശേഷം ഉടൻ നടപടിയെടുക്കണമെന്നാണ് BJP നിലപാട്. അക്ബറിനെതിരെ അന്വേഷണം വേണമെന്ന് മേനകാ ഗാന്ധിക്ക് പുറമെ ഉത്തർപ്രദേശ് മന്ത്രി റീത്ത ബഹുഗുണ ജോഷിയും ആവശ്യപ്പെട്ടു. മീറ്റുവിന് പിന്തുണയർപ്പിച്ച കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ആരോപണത്തിൽ അക്ബർ സ്വയം വിശദീകരണം നൽകണമെന്നും ആവശ്യപ്പെട്ടു. ദുരനുഭവം വെളിപ്പെടുത്തിയവരെ അപഹസിക്കരുത്, ഇവർക്ക് നീതി കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നും സ്മൃതി ഇറാനി. I think that it is for the gentleman concerned to issue a statement, not for me, because I was personally not present there. But I have said again and again on this particular issue, especially about women speaking out, that anybody who is speaking out in no way should be shamed. Anybody speaking out should in no way be victimized or mocked. മീറ്റു പ്രധാന വിഷയമാണെന്നും കൂടുതൽ പ്രതികരണം പിന്നീട് നടത്താമെന്നും രാഹുൽ ഗാന്ധി. The Me Too issue is a very big issue and I will comment on that issue and at a further press conference. മന്ത്രി എത്രയും പെട്ടെന്ന് സ്ഥാനമൊഴിയണമെന്ന് CPIM-ഉം ആവശ്യപ്പെട്ടു. വനിതാ മാധ്യമപ്രവർത്തകരുടെ വെളിപ്പെടുത്തൽ ഗുരുതരമെന്ന് വ്യക്തമാക്കിയ PB എന്നാൽ കേരളത്തിൽ മുകേഷ് MLA-ക്കെതിരായ സമാന ആരോപണത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. ബോളിവുഡ് നടി തനുശ്രീ ദത്തയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടൻ നാനാ പടേക്കറിനെതിരെ പോലീസ് കേസെടുത്തു. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. വയനാട്ടിലെ 51 റിസോർട്ടുകൾ കാട്ടരുതിയിൽ നിന്ന് ജലചൂഷണം നടത്തുന്നതായി വിജിലൻസ് റിപ്പോർട്ട്. മേപ്പാടി ഫോറസ്റ്റ് റേഞ്ചിലുള്ള റിസോർട്ടുകൾ നടത്തുന്ന നിയമലംഘനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അഡീഷണൽ പ്രിൻസിപ്പൽ ഫോറസ്റ്റ് കൺസർവേറ്റർ ജില്ലാ കളക്ടർക്ക് കത്തയച്ചു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. അതീവ പരിസ്ഥിതിലോല പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന 51 റിസോർട്ടുകൾ ജലചൂഷണം നടത്തുന്നതായാണ് വനംവകുപ്പ് വിജിലൻസ് വിഭാഗത്തിന്റെ കണ്ടെത്തൽ. വനഭൂമിയുമായി അതിരിടുന്ന പ്രദേശങ്ങളിൽ അരുവികളുടെ ഉത്ഭവസ്ഥാനത്ത് നിന്ന് ഓസിറ്റ് വെള്ളം ചോർത്തുന്നുണ്ട്. മഴക്കാടുകളിൽ സമ്പന്നമായ വൈത്തിരി താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ റിസോർട്ടുകളുടെ ജലം കൊള്ള. വൈത്തിരി റിസോർട്ട് മാത്രം 2500 ലിറ്ററിന്റെ 3 ടാങ്കുകളിൽ വെള്ളം ശേഖരിക്കുന്നതായി വനംവകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. 2 ഇഞ്ച് വ്യാസമുള്ള പൈപ്പുകൾ ഉപയോഗിച്ചാണ് ജലം സംഭരിക്കുന്നത്. നടപടിയെടുക്കേണ്ടത് വയനാട് ജില്ലാ ഭരണകൂടമാണെന്ന് വനംവകുപ്പ് അധികൃതർ. അതിന്റെ നടപടിക്കായി വയനാട് ജില്ലാ കലക്ടർക്കും DFOമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുഴകൾക്ക് കുറുകെ പാലം നിർമ്മിച്ചും പൈപ്പിട്ട് വെള്ളം ചോർത്തിയും തോടുകൾ ഗതിമാറ്റിയുമാണ് റിസോർട്ടുകളുടെ ജലം കൊള്ളയെന്നും വിജിലൻസ് റിപ്പോർട്ടിലുണ്ട്. ജലചൂഷണം നടത്തിയും മാലിന്യങ്ങൾ തള്ളിയും റിസോർട്ടുകാർ അരുവികളെ കൊല്ലുന്നു. നടപടിയെടുക്കേണ്ടവർ സൗകര്യപൂർവ്വം ഇത് മറക്കുകയാണ്. S. വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. മലയാളത്തിലെ ഏറ്റവും ചെലവേറിയ ചിത്രം രണ്ടാം ഊഴത്തിൽ നിന്ന് MT വാസുദേവൻ നായർ പിന്മാറി. സംവിധായകൻ ശ്രീകുമാര മേനോൻ തിരക്കഥ ഉപയോഗിക്കുന്നത് വിലക്കിക്കൊണ്ട് കോഴിക്കോട് മുൻസിഫ് കോടതി ഉത്തരവിട്ടു. അതേസമയം ചിത്രം ഉപേക്ഷിച്ചിട്ടില്ല എന്നും MTയുമായി ചർച്ച നടത്തുകയാണ് എന്നുമാണ് സംവിധായകൻ ശ്രീകുമാർ മേനോന്റെ വിശദീകരണം. രണ്ടാമൂഴം സിനിമാ നിർമ്മാണം അനന്തമായി നീളുന്നതിൽ പ്രതിഷേധിച്ചാണ് തിരക്കഥ പിൻവലിക്കാനുള്ള MT വാസുദേവൻ നായരുടെ തീരുമാനം. MTയുടെ ഹർജി പരിഗണിച്ച കോഴിക്കോട് മുൻസിഫ് കോടതി സംവിധായകൻ ശ്രീകുമാർ മേനോൻ രണ്ടാമൂഴം തിരക്കഥ ഉപയോഗിക്കുന്നത് വിലക്കി ഉത്തരവിട്ടു. കോടതി ശ്രീകുമാർ മേനോനും നിർമ്മാണ കമ്പനിയായ എർത്ത് ആൻഡ് എയർ ഫിലിംസിനും നോട്ടീസ് അയച്ചു. ഹർജി 25-ന് വീണ്ടും പരിഗണിക്കും. 1000 കോടി മുതൽ മുടക്കിൽ മലയാളത്തിലെ ഏറ്റവും ചെലവേറിയ ചിത്രമെന്നായിരുന്നു സംവിധായകൻ ശ്രീകുമാർ മേനോന്റെ അവകാശവാദം. രണ്ടാമൂഴം നോവൽ അധികരിച്ചുള്ള ചിത്രത്തിൽ മോഹൻലാൽ ഭീമനായി എത്തുമെന്നായിരുന്നു അറിയിപ്പ്. ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും ഇംഗ്ലീഷിലും നിർമ്മിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള തിരക്കഥ MT തന്നെ തയ്യാറാക്കി കൈമാറുകയും ചെയ്തു. 3 വർഷത്തിനുള്ളിൽ സിനിമ നിർമ്മിക്കുമെന്ന കരാർ 4 വർഷമായിട്ടും നടപ്പാകാതെ വന്നതോടെയാണ് പിന്മാറ്റം. 3-4 കൊല്ലം കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് സ്ക്രിപ്റ്റ് തിരിച്ചു വിടണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ കരാർ പ്രകാരം 3 വർഷമേ ഉള്ളൂ. നിയമ നടപടികളുമായി പോയെങ്കിലും സംവിധായകൻ ചർച്ചയ്ക്ക് വന്നാൽ ആലോചിക്കാമെന്നാണ് MTയുടെ നിലപാട്. സിനിമ പൂർത്തിയാക്കണം എന്നതു മാത്രമാണ് ആവശ്യം. നമ്മളിപ്പോ 3 കൊല്ലം എന്ന് പറഞ്ഞ 4 കൊല്ലം വെയിറ്റ് ചെയ്തിട്ടുണ്ട്.
നമ്മളെ സാധനം കിട്ടിയാലേ വേറെന്താ ചെയ്യാൻ പറ്റുന്നത് അപ്പം ആലോചിക്കാം. രണ്ടാമൂഴം ഒരു സിനിമയായി കാണാൻ വേണ്ടി വേണ്ടതെല്ലാം താങ്കൾ ചെയ്യും അല്ലേ? അതിന് സംശയമൊന്നുമില്ല. ചിത്രം ഉപേക്ഷിച്ചിട്ടില്ലെന്നായിരുന്നു സംവിധായകൻ VS ശ്രീകുമാർ മേനോന്റെ പ്രതികരണം. NTയെ നേരിൽ കണ്ട് അഭിപ്രായ വ്യത്യാസം പരിഹരിക്കും. അന്താരാഷ്ട്ര കരാറുകളും സങ്കീർണമായ സാമ്പത്തിക പ്ലാനുകളും ആവശ്യമായി വന്നതിനാലാണ് ചിത്രം നീണ്ടുപോയതെന്നാണ് വിശദീകരണം. ന്യൂസ് 18 കോഴിക്കോട്. കായംകുളം കൊച്ചുണ്ണിക്ക് തിയേറ്ററുകളിൽ വൻ വരവേൽപ്പ്. മോഹൻലാലും നിവിൻ പോളിയും പ്രധാന വേഷത്തിലെത്തിയ ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം നിറഞ്ഞ സദസ്സുകളിലാണ് നടന്നത്. പ്രേക്ഷകരുടെ നീണ്ട കാത്തിരിപ്പിന് ഫലമുണ്ടായി. മോഹൻലാൽ നിവിൻ പോളി കൂട്ടുകെട്ട് അവരുടെ പ്രതീക്ഷകളെയും ഭേദിച്ച് മുന്നോട്ടുപോയി. കായംകുളം കൊച്ചുണ്ണി എന്ന ചരിത്ര കഥാപാത്രമായുള്ള നിവിൻ പോളിയുടെ ഭാവപ്പകർച്ചയ്ക്ക് ഇത്തിക്കര പക്കിയായി എത്തിയ മോഹൻലാൽ കരുത്തു പകർന്നു. താരങ്ങളുടെ ഓരോ ചലനങ്ങളെയും ആവേശത്തോടെയാണ് തിയേറ്ററിനുള്ളിൽ പ്രേക്ഷകർ പിന്തുണച്ചത്. വാണിജ്യ സിനിമയുടെ എല്ലാ ചേരുവകളും ഒത്തിണക്കിയാണ് കായംകുളം കൊച്ചുണ്ണിയെ അവതരിപ്പിച്ചിരിക്കുന്നത്. പഴയകാലത്തെ പുനഃസൃഷ്ടിക്കുന്ന സെറ്റുകളും വിസ്മയിപ്പിക്കുന്നു. ആഘോഷ തിമിർപ്പോടെയാണ് സിനിമ കഴിഞ്ഞ് പ്രേക്ഷകർ തിയേറ്റർ വിട്ടത്. അന്യഭാഷാ ചിത്രങ്ങളെ വെല്ലുന്ന മികച്ച പ്രകടനമാണ് കായംകുളം കൊച്ചുണ്ണി കാഴ്ചവെച്ചതെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. നിവിൻ പോളിയും മോഹൻലാലും തകർത്തഭിനയിച്ചു എന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു. ക്യാമറമാൻ ഷിജോ M. ജെയിംസിനൊപ്പം N. ശ്രീനാഥ്, ന്യൂസ് 18 കൊച്ചി. വലിയ ഇടവേളയ്ക്ക് ശേഷം തുറന്ന തൃശൂർ രാഗം തിയേറ്ററിൽ കായംകുളം കൊച്ചുണ്ണിയുടെ റിലീസിന് നിവിൻ പോളി എത്തിയപ്പോൾ ആവേശം ഇരട്ടിയായി. പ്രേക്ഷകർക്കൊപ്പം പിറന്നാൾ കേക്ക് മുറിച്ചാണ് സിനിമയിലെ കൊച്ചുണ്ണി തിയേറ്റർ വിട്ടത്. കായംകുളം കൊച്ചുണ്ണി കാണാനെത്തിയ നിവിൻ പോളിയെ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെയാണ് തൃശൂരിലെ ആരാധകർ സ്വീകരിച്ചത്. തൊട്ടുപിന്നാലെ സംവിധായകൻ റോഷൻ ആൻഡ്രൂസും സണ്ണി വെയിനും നായിക പ്രിയ ആനന്ദും എത്തി. ഫാൻസിനോടൊപ്പം ചിത്രം കാണാൻ തിയേറ്ററിലേക്ക്. നിവിനും ചിത്രത്തിൽ ഇത്തിക്കര പക്കിയായി എത്തുന്ന മോഹൻലാലും സ്ക്രീനിൽ നിറയുമ്പോൾ കാണികളുടെ ആവേശം ഇരട്ടിയായി. തന്റെ ആദ്യ ബിഗ് ബജറ്റ് ചിത്രത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷയാണുള്ളതെന്ന് നിവിൻ. ഒരു വലിയ സിനിമയാണ്, ഒരുപാട് നാളത്തെ എഫോർട്ട് ഈ സിനിമയുടെ പിന്നിലുണ്ട്. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. പ്രേക്ഷകർ ചിത്രത്തെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചതിൽ സന്തോഷമുണ്ടെന്ന് റോഷൻ ആൻഡ്രൂസ്. കൊച്ചുണ്ണി നമ്മുടെ ഇന്നലെ വരെ എൻ്റെ ആയിരുന്നു. ഇപ്പൊ ഇന്നോട്ട് കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞ കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. കേക്ക് മുറിച്ച് പിറന്നാളും ആഘോഷിച്ച ശേഷമാണ് നിവിൻ പോളി മടങ്ങിയത്. നവീകരണത്തിന് ശേഷം ഇന്ന് പ്രദർശനം തുടങ്ങിയ രാഗം തിയേറ്ററിലെ ആദ്യ ചിത്രമാണ് കായംകുളം കൊച്ചുണ്ണി. ന്യൂസ് 18 തൃശൂർ. കായംകുളം കൊച്ചുണ്ണി എന്ന വീര സാഹസികനായ കള്ളന്റെ കഥ തിയേറ്ററിലെത്തുമ്പോൾ കൊച്ചുണ്ണിയുടെ നാട്ടുകാർക്ക് കൗതുകമേറിയാണ്. ഇന്നും കൊച്ചുണ്ണി എന്ന ജനകീയനായ കള്ളന്റെ ഓർമ്മപ്പാടുകൾ ഇവിടെയുണ്ട്. കായംകുളത്തെ നടവഴികൾക്കും വാരണപ്പള്ളി തറവാടിനുമൊന്നും കൊച്ചുണ്ണിയെ മറക്കാനാവില്ല. കൊച്ചുണ്ണി എന്ന അതിസാഹസികനായ കള്ളന്റെ ഓർമ്മകൾ ഇവിടങ്ങളിൽ ഇന്നും നിലനിൽക്കുന്നു. വാരണപ്പള്ളി തറവാടിന്റെ തിരുമുറ്റത്ത് ഒരുപാട് ഇരുന്നിട്ടുണ്ട് കൊച്ചുണ്ണി. ഒടുവിൽ കാരണവരെ വെല്ലുവിളിച്ച് അറപ്പുരയുടെ പൂട്ടും പൊളിച്ചു. കൊച്ചുണ്ണി ഈ തിണ്ണയിൽ ഇങ്ങനെ തടുക്കിൽ ഇരിക്കുന്ന സമയത്ത് ഈ സ്വർണം മറ്റോ കാരണവർ കൊണ്ടുവന്ന് അകത്തെ മുറിയിലേക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ കൊച്ചുണ്ണി ചോദിച്ചു എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അത് നീ അറിയേണ്ട കാര്യമില്ല, അത് എൻ്റെ കാര്യമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കൊച്ചുണ്ണി പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അന്ന് രാത്രി തന്നെ കൊച്ചുണ്ണി മുറുക്കിയതിന് ശേഷം ചുണ്ണാമ്പ് വെച്ചിട്ട് ഡോറിൻ്റെ സൈഡിലായിട്ട് ഒരു മാർക്ക് ചെയ്തു. അന്ന് രാത്രി തന്നെ കൊച്ചുണ്ണി തമര് വെച്ച് അത് കിഴിച്ചിട്ട് അതിനകത്തുള്ള സ്വർണം എടുത്തുകൊണ്ട് പോവുകയും ഒരാഴ്ചയ്ക്ക് ശേഷം തിരികെ കൊണ്ടുവന്ന് പറ്റിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ കാരണവർക്ക് സാധനം തിരികെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അഭ്രപാളികളിൽ കൊച്ചുണ്ണി അവതരിക്കുമ്പോൾ കായംകുളത്തുകാരനും ചരിത്രാന്വേഷകനും കൂടിയായ ഹക്കീമും ആ ചിത്രത്തിന്റെ അണിയറക്കാരുടെ സഹായത്തിനെത്തി. തിരക്കഥാകൃത്തുകളുമായിട്ട് ബന്ധപ്പെട്ട് അവർ അതിന്റെ സഹായികൾ നമ്മളെ സമീപിക്കുകയും
എന്നെ കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള സഹായങ്ങളൊക്കെ നമ്മൾ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ബ്രൂവറി വിവാദത്തിൽ വീണ്ടും സർക്കാർ പ്രതിരോധത്തിൽ. ബ്രൂവറിക്ക് ആദ്യം അനുമതി നിഷേധിച്ച അപേക്ഷയിൽ പിന്നീട് അനുമതി നൽകിയതിന്റെ തെളിവുകളാണ് പുറത്തുവന്നത്. അപ്പോളോ ഡിസ്റ്റിലറീസിന്റെ അപേക്ഷ ആദ്യം നിരസിക്കുകയും പിന്നീട് മുഖ്യമന്ത്രിക്ക് നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ അനുമതി നൽകുകയുമായിരുന്നു. ഇത് ക്രമക്കേടിന് തെളിവാണ് എന്നാണ് പ്രതിപക്ഷ ആരോപണം. ബ്രൂവറിക്ക് അനുമതി തേടി അപ്പോളോ നൽകിയ അപേക്ഷ 2016 ജൂലൈയിലാണ് എക്സൈസ് വകുപ്പ് നിരസിച്ചത്. നിലവിലെ മദ്യനയത്തിന്റെ അടിസ്ഥാനത്തിൽ ബ്രൂവറി അനുവദിക്കാനാകില്ല എന്നായിരുന്നു എക്സൈസ് വകുപ്പിന്റെ വിശദീകരണം. 2 വർഷത്തിനു ശേഷം നേരത്തെ നിരസിച്ച അപേക്ഷയിൽ പറഞ്ഞ സ്ഥലത്ത് തന്നെ അപ്പോളോയ്ക്ക് വിവാദ ഉത്തരവിലൂടെ സർക്കാർ അനുമതി നൽകി. നിരസിച്ച അപേക്ഷ അപ്പോളോ നൽകിയത് എക്സൈസ് വകുപ്പിന്. പിന്നീട് അനുമതി നൽകിയത് മുഖ്യമന്ത്രിക്ക് ലഭിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിലും. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ ഒന്നൊന്നായി തെളിയുകയാണെന്ന് പ്രതിപക്ഷ നേതാവ്. അതീവ രഹസ്യമായി നടത്തിയ ഒരു ഇടപാട് കയ്യോടെ പിടിച്ചതിലുള്ള ജാള്യതയാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. പിന്നെ ഇനി നിയമം ഭേദഗതി ചെയ്ത് ഇതേ ആളുകൾക്ക് തന്നെ കൊടുക്കാനാണ് ശ്രമമെങ്കിൽ അഴിമതി നടന്നു എന്നുള്ളതിന് മറ്റൊരു തെളിവ് കൂടിയാണത്. ബ്രൂവറികൾക്കും ഡിസ്റ്റിലറികൾക്കുമുള്ള വിവാദ അനുമതി ഉത്തരവ് സർക്കാർ റദ്ദാക്കിയെങ്കിലും വിവാദം അവസാനിക്കുന്നില്ല. എക്സൈസ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധവും ശക്തമാകുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. കേരളത്തിലെ പ്രളയബാധിത മേഖലയുടെ പുനർനിർമ്മാണത്തിന് 40,000 കോടി രൂപ വേണ്ടിവരുമെന്ന് UN സംഘം. പുനർനിർമ്മാണത്തിനായി ഡച്ച് മാതൃകയിലുള്ള ജലനയം നടപ്പിലാക്കണം. വിവിധ ജില്ലകളിൽ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് തിങ്കളാഴ്ച മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. പ്രളയബാധിത കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് വിശദമായ പദ്ധതിയാണ് UN സംഘം തയ്യാറാക്കിയിരിക്കുന്നത്. ഡച്ച് മാതൃക ജലനയം നടപ്പിലാക്കുകയാണ് ഇതിന്റെ ആദ്യപടി. കേരളത്തിലേതിന് സമാനമായ സാഹചര്യങ്ങൾ നേരിടുന്നതിന് തയ്യാറാക്കിയതാണ് ഡച്ച് ഡെൽറ്റ പ്ലാൻ. ഡാമുകൾ, ജലാശയങ്ങൾ, നദികൾ, കടൽ എന്നിവയിലെ ജലനിരപ്പിന്റെ വിവരങ്ങൾ ക്രോഡീകരിച്ച് ആസൂത്രണം ചെയ്യുന്ന പദ്ധതിയാണിത്. 100 വർഷം വരെ ഉണ്ടാകുന്ന പ്രളയത്തെയും വരൾച്ചയെയും നേരിടാവുന്ന വിവരങ്ങളോടെയാണ് ഡച്ച് ഡെൽറ്റ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. സമാനമായ പദ്ധതി തയ്യാറാക്കാനാണ് നിർദ്ദേശം. കുട്ടനാടിനായി പ്രത്യേക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം. പ്രളയ സാധ്യത മേഖലകളിൽ നിന്ന് ജനവാസം ഒഴിവാക്കണം. 45,000 കോടിയുടെ നഷ്ടം കേരളത്തിനുണ്ടായെന്നാണ് സംഘത്തിന്റെ വിലയിരുത്തൽ. റോഡുകളുടെയും പാലങ്ങളുടെയും പുനർനിർമ്മാണത്തിന് 8,554 കോടി, വീടുകൾക്കുണ്ടായ നാശനഷ്ടത്തിന് 6,600 കോടി എന്നിങ്ങനെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയുടേതടക്കമുള്ള നാശനഷ്ടങ്ങളുടെ കണക്കുകൾ UN സംഘത്തിന്റെ റിപ്പോർട്ടിലുണ്ട്. ചീഫ് സെക്രട്ടറിയുമായി സംഘം അവസാനവട്ട ചർച്ചകൾ ഇന്ന് പൂർത്തിയാക്കി. തിങ്കളാഴ്ച മുഖ്യമന്ത്രിക്ക് അന്തിമ റിപ്പോർട്ട് കൈമാറും. ന്യൂസ് 18 തിരുവനന്തപുരം. കേരളത്തിൽ ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യത. ഒഡീഷ, ആന്ധ്ര തീരങ്ങളിൽ ആഞ്ഞടിച്ച തിത്ലി ചുഴലിക്കൊടുങ്കാറ്റിനെ തുടർന്ന് കേരളത്തിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന ലൈനുകൾക്ക് തകരാറിലായി. ഇതിനെ തുടർന്നാണ് നിയന്ത്രണം. വിശദാംശങ്ങളുമായി TG സജിത് ചേരുന്നു. സജിത്, ഏത് സമയങ്ങളിലാണ് നിയന്ത്രണം? എന്താണ് മറ്റു വിവരങ്ങൾ? ഗോപി, ആന്ധ്ര, ഒറീസ തീരങ്ങളിൽ വീശിയടിക്കുന്ന തിത്ലി ചുഴലിക്കാറ്റ് വലിയ രീതിയിൽ കേരളത്തിലേക്ക് എത്തുന്ന വൈദ്യുതി ലൈനുകളിൽ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി എത്തിക്കുന്ന ലൈനുകൾക്ക് തകരാറുണ്ടാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് വൈദ്യുതി നിയന്ത്രണത്തിന് KSEBയുടെ നിർദ്ദേശമുണ്ടായിരിക്കുന്നത്. 500 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവാണ് സംസ്ഥാനത്തിനുണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്ന് വൈകിട്ട് 6 മുതൽ നിയന്ത്രണം ആരംഭിച്ചിട്ടുണ്ട്. രാത്രി 10 മണി വരെ സംസ്ഥാനത്തെ വിവിധയിടങ്ങളിലായി 20 മിനിറ്റോളം വൈദ്യുതി നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്നാണ് KSEB അറിയിച്ചിരിക്കുന്നത്. ഇത് വരും ദിവസങ്ങളിലും ഈ നിയന്ത്രണം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പ്രതിസന്ധി പരിഹരിച്ചെങ്കിൽ നിയന്ത്രണം മാറ്റും എന്നതാണ് KSEBയുടെ വിശദീകരണം. സഹിത്താണ് വിവരങ്ങൾ നൽകിയത്. ലോകപ്രശസ്ത IT കമ്പനിയായ ഫുജിറ്റ്സു ലിമിറ്റഡ് കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച നടത്തി. നിസാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സേവനദാതാവ് കൂടിയാണ് ഇത്. കേരളത്തിൽ വരാനുള്ള ഇവരുടെ സന്നദ്ധതയെ മുഖ്യമന്ത്രി സ്വാഗതം ചെയ്തു. ഫുജിറ്റ്സു ആഗോള വൈസ് പ്രസിഡന്റും ഇന്ത്യൻ മേധാവുമായ ശ്രീകാന്ത് വോഴെ, ഇന്ത്യയിലെ ഉപമേധാവി മനോജ് നായർ, നിസാൻ മോട്ടോഴ്സ് കോർപ്പറേഷൻ ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ ടോണി തോമസ് എന്നിവരാണ് മുഖ്യമന്ത്രിയെ കണ്ടത്.